ഞാനിപ്പോൾ നിൽക്കുന്ന ഈ റോഡിന് ഒരു കഥയുണ്ട്. ഈ റോഡ് അല്ലെങ്കിൽ ഇതുപോലുള്ള റോഡുകൾക്ക്, അതായത് ഗ്രേറ്റ് ഫാമിൻ റോഡ്സ് എന്നാണ് ഞാൻ പറയുന്നത്. ഫാമിൻ റോഡ്സ്. അയർലൻഡ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് ഇതിനു മുമ്പുള്ള പരിപാടിയിൽ. അതായത് അയർലൻഡിൽ ഗ്രേറ്റ് ഫാമിൻ എന്ന് പറയുന്ന ഭയങ്കരമായ ഒരു ക്ഷാമവും വരൾച്ചയും അനുഭവപ്പെട്ടിരുന്നു. അയർലൻഡ് ഒരു സാധാരണ രാജ്യമാണ്, പാവപ്പെട്ടവരുടെ ഒരു രാജ്യമായിരുന്നു പണ്ട്. അതായത് ഇവിടെ അങ്ങനെ സമ്പന്നതയൊന്നും ഇല്ലാത്തൊരു രാജ്യമായിരുന്നു. 1845 മുതലുള്ള കുറേ വർഷങ്ങൾ, 10-15-20 വർഷങ്ങൾ ഇവിടെ ഭീകരമായ ക്ഷാമം വന്നു. അതായത് പൊട്ടറ്റോ കൃഷിയായിരുന്നു ഇവരുടെ പ്രധാന സംഭവം. ആ പൊട്ടറ്റോ അത് ചെയ്യുന്ന ഫാമേഴ്സിന് വേണ്ടിയിട്ടായിരുന്നു, അത് മാത്രമായിരുന്നു ഇവരുടെ ഏക വരുമാനം. ഇവിടെ പൊട്ടറ്റോ കൃഷിക്ക്, ആ പൊട്ടറ്റോയ്ക്ക് രോഗം പിടിപെട്ട് പൂർണ്ണമായി നശിച്ചു ഒരുപാട് വർഷങ്ങൾ. അങ്ങനെ നശിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ആൾക്കാർക്ക് ജോലിയില്ല, ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ല, കാശില്ല, ഭയങ്കരമായ ദാരിദ്ര്യമായി മാറി. ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചു. 10 ലക്ഷത്തിന് മുകൾ ആളുകൾ മരണപ്പെട്ടു എന്നുള്ളതാണ് കണക്ക്. അങ്ങനെ ഗത്യന്തരമില്ലാതെയാണ് ആളുകൾ ഇവിടുന്ന് പലായനം ചെയ്യാൻ തുടങ്ങിയത്, അമേരിക്കയിലേക്കും കാനഡയിലേക്കും ഒക്കെ. അപ്പോൾ ഈ ഫാമിൻ നടന്നൊരു സമയത്ത് ബ്രിട്ടീഷ് ഭരണമായിരുന്നു ആ സമയത്ത്. അപ്പോൾ ആ സമയത്ത് അന്നത്തെ ബ്രിട്ടീഷ് ഭരണാധികാരികൾ അവർ ചെയ്ത ഒരു കാര്യമുണ്ട്. ആൾക്കാർക്ക് ഭക്ഷണം എത്തിക്കണം, അല്ലെ അവർക്ക് ജീവിക്കാനുള്ള എന്തെങ്കിലും രീതിയിൽ സാമ്പത്തിക സഹായം ചെയ്യണം. പക്ഷെ അത് വെറുതെ കൊടുക്കാൻ അവർ തയ്യാറല്ല. പകരം അതിനവരെന്നാ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരൊരു ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുന്ന മുമ്പിൽ കണ്ടുകൊണ്ട് റോഡുകൾ വെട്ടാനായിട്ട് അവർ തീരുമാനിച്ചു. ആൾക്കാരോട് പറഞ്ഞു, എല്ലായിടത്തും പോയി പാറയും മലയും ഉള്ള എല്ലാം കുഴിച്ച് റോഡുകൾ ഉണ്ടാക്കുക. അങ്ങനെ റോഡുകൾ ഉണ്ടാക്കി രാവിലെ മുതൽ വൈകിട്ട് വരെ കഷ്ടപ്പെട്ട് റോഡുകൾ വെട്ടി. ദ റോഡ്സ് ലീഡ്സ് ടു നോവെയർ. അതാ ഈ റോഡുകൾക്ക് പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല, അവരെ കൊണ്ട് പണിയെടുപ്പിക്കുക, ചുമ്മാതെ ഒന്നും കൊടുക്കാൻ തയ്യാറല്ല എന്ന പോളിസിയിൽ അത് ചെയ്തു. അങ്ങനെ ഇതുപോലെയുള്ള ഒരുപാട് റോഡുകൾ ഇവിടെ കൗണ്ടി പ്രദേശങ്ങളുണ്ട്. ഫാമിൻ റോഡ്സ് എന്നാണ് അതിനെ പറയപ്പെടുന്നത്. ഇന്ന് ഈ റോഡിൻ്റെ എല്ലാം പരിസരത്ത്, അതിനുശേഷം ബ്രിട്ടീഷ് ഭരണമൊക്കെ ഇവിടെ നിന്ന് മാറി. അപ്പം ഇതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട്, അതായത് ഇപ്പോൾ ഈ റോഡ് പോയി കഴിഞ്ഞാൽ ഇത് ഒരിടത്തോട്ട് എത്തുന്നില്ല, ഇതിവിടെ കൊണ്ട് തീരുകയാണ്. ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവരത് ടാർ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത്, നിങ്ങളിപ്പോൾ അങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, നല്ല അതിമനോഹരമായ കാഴ്ചകളാണ് അവിടെയുള്ളത്. ഇവിടെ രസകരമായ രീതിയിൽ അവരതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, ടാറൊക്കെ ചെയ്ത്. ഇപ്പോൾ ഈ റോഡ് കണ്ടു കഴിഞ്ഞാൽ തോർക്കും ഇവിടെ വണ്ടിയും വാഹനം ഇതൊന്നുമില്ല, ഇറ്റ്സ് ഗോയിങ് ടു എ ഡെഡ് എൻഡ്, ദാറ്റ്സ് നത്തിങ് ദെയർ. പക്ഷെങ്കിൽ അവരതിനെ മെയിൻറ്റെയിൻ ചെയ്ത് ഇവിടെ ഇതിന് ചുറ്റും തടാകവും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് അവർ വെച്ചിരിക്കുകയാണ്. കാരണം ഇവിടെ ഒരു ടൂറിസ്റ്റ് വന്നത് കണ്ടാൽ പോലും അവരുടെ മനസ്സിൽ അവരിത് മറക്കാതെ ഓർക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പേ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ യാതനകൾ വീണതാണ് ഈ റോഡുകൾ പണിയുന്നതിൽ. കോണമാരയുടെ മുഴുവൻ സൗന്ദര്യത്തെയും രണ്ടായി കീറിമുറിച്ചു പോകുന്ന വഴികൾ ആകാശത്തേക്കാണോ ഭൂമിയിലേക്കാണോ നീണ്ടു പോകുന്നതെന്നറിയാൻ പറ്റാത്തത്ര അവിശ്വസനീയമാണ്. കോണമാരയുടെ ഈ വഴികൾക്കും ഒരു കഥ പറയാനുണ്ട്. ഒരു കാലത്ത് അയർലൻഡിനെ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലേക്ക് തള്ളിവിട്ട ഗ്രേറ്റ് ഫാമിൻ എന്ന ക്ഷാമകാലത്താണ് ഈ കഥ തുടങ്ങുന്നത്. പട്ടിണി മൂലം 10,000-കണക്കിന് ആളുകൾ മരിച്ചു വീണപ്പോൾ, ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ ആളുകൾ ഇവിടെ നിന്നും പലായനം ചെയ്തപ്പോൾ, ജീവിക്കാനും മരിക്കാനും പറ്റാതെ പോയ കുറെ സാധുജനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അവർ ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി വെട്ടിയ വഴികളാണിതൊക്കെ. അന്ന് ഇവിടം ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാർ എങ്ങോട്ടെന്നില്ലാതെ അവരെ കൊണ്ട് വെട്ടിച്ച വഴികളാണിതൊക്കെ. അതുകൊണ്ടാണ് ഈ വഴികൾ കാണുമ്പോൾ അതിനൊരറ്റമുണ്ടാവില്ല എന്ന് ഇതിലേ പോകുന്നവർക്ക് തോന്നുന്നത്. കാണുന്നവരുടെ കണ്ണും മനസ്സും ഒരുപോലെ നിറയുന്ന കോണമാരയുടെ ചന്തത്തിനുമപ്പുറം ലോകപ്രശസ്തങ്ങളായ ഒരുപാട് കാര്യങ്ങൾ ഇവിടെയുണ്ട്. കോണമാര വിസ്കിയും ഇവിടുത്തെ ഗ്രീൻ മാർബിളും അതിൽ ചിലത് മാത്രമാണ്. അയർലൻഡിലെ ഏറ്റവും ആഴമേറിയ കടലും ഇവിടെയാണ്. അതിൻ്റെ തീരത്താണ് അയർലൻഡിലെ ഏറ്റവും പ്രശസ്തമായ കില്ലാരി ഹാർബർ നിലകൊള്ളുന്നത്. കോണമാരയിലെത്തുന്ന ഓരോരുത്തർക്കും
സഞ്ചാരത്തിനും വിനോദത്തിനും അപ്പുറം ഇവിടം ഒരു അനുഭവമാണ്. വാക്കുകൾക്കും കാഴ്ചകൾക്കും അപ്പുറം ഹൃദയം കൊണ്ട് മാത്രമേ കോണമാരെ തൊടാൻ പറ്റൂ എന്നതാണ് സത്യം.